ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ബീട്രൂട്ട് പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു 1½ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചതാണ്. അപ്പോൾ ഇതാ ഈ ഹാഫ് ബീട്രൂട്ട് നമുക്ക് ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. ആ ഫുൾ ബീട്രൂട്ട് ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സ്ലൈസ് ചെയ്തും വെച്ചിട്ടുണ്ട്. നല്ല കനം കുറച്ചിട്ട് സ്ലൈസാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഇനി ഞാനിവിടെ ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാലൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് നമ്മൾ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടിലോട്ട് ഒരു രണ്ട് കയ്യിൽ പാല് ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കണം. ഞാനിപ്പോൾ കുക്കറിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ബീട്രൂട്ട് ഹലുവ റെഡിയാക്കാം. അതിന് വേണ്ടി നമ്മൾ നോർമലായിട്ട് ക്യാരറ്റ് ഹൽവ ഒക്കെ ചെയ്യണ പോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഗീയൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റായി വേവിച്ചെടുക്കുക. അങ്ങനെ അത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. 2 പേക്ക് പാലിലോട്ട് 2 പേക്ക് ചൈന ഗ്രാസ് തന്നെ വേണം. അപ്പോൾ ഇനി അത് നമുക്കൊരു 10 മിനിറ്റ് വെള്ളം ചേർത്ത് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് മതിയാവും. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാനായി വെച്ച ബീട്രൂട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് ഹലുവയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് ലാസ്റ്റ് അതിൻ്റെ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നല്ല പച്ചവെള്ളം പോലെ മെൽറ്റായി കിട്ടണം. ഇനി നമുക്ക് പാല് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയാൽ മതിയാവും. അതവിടെ ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീട്രൂട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. ഇനി നമുക്കൊരു സ്പൂൺ വാനില എസൻസ് നേരത്തെ വെച്ച പാലിലോട്ട് ഒഴിക്കുക. മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക. ഇനി നമുക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർക്കുക. പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല, ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ ആ പ്യൂറി നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇത് ഒഴിക്കുന്നതോട് കൂടെ നമ്മളെ പുഡിങ്ങിൻ്റെ ലെവൽ അങ്ങ് മാറും. ഇതാ നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസും അതിലോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ചൂടായ ശേഷം ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിരുന്നു. ചൈന ഗ്രാസൊക്കെ കട്ട കെട്ടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ ആ ഹലുവ അതൊന്ന് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇഷ്ട രൂപത്തിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.